Next problem. Draw the isometric view of a hexagonal pyramid of 30 mm side and height 60 mm resting with its base edge on the ground and parallel to VP. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തില്ലേ പ്രിസം, അതുപോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മുകൾ ഭാഗത്ത് ആ ഒരു ഹെക്സഗണൽ ഷേപ്പിന് പകരം അപ്പെക്സ് മാത്രം വരും, അത്ര വ്യത്യാസമുള്ളൂ. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം XY ആക്സ് വരയ്ക്കുക, അതിന് XY എന്നൊക്കെ മാർക്ക് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുണ്ട് റെസ്റ്റിംഗ് വിത്ത് ഇറ്റ്സ് ബേസ് എഡ്ജ്. ബേസ് എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഐസോമെട്രിക് ആയതുകൊണ്ട് നമ്മളുടെ അടുത്തേക്കല്ലേ ചരിക്കുക. നമ്മളുടെ അടുത്തേക്ക് ചരിക്കണമെങ്കിൽ നമ്മളുടെ അടുത്ത് ഒരു എഡ്ജ് വരണം. അപ്പോൾ ഈ XY ആക്സിന് പാരലായിട്ട് ഒരു എഡ്ജ് ആദ്യം വരച്ച് വെക്കുക 30 mm. ആ 30 mm കോമ്പസിലെടുക്കുക, ആർക്ക് വരയ്ക്കുന്നു. ആ രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ആ സർക്കിളിൻ്റെ മേലെ 30 mm വെച്ച് കട്ട് ചെയ്യുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പിരമിഡ് ആയതുകൊണ്ട് മുകൾ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള വക്കുകൾ നമ്മൾ കാണും. കാരണം മുകൾ ഭാഗത്തൊരു കൂർത്ത പോയിൻ്റാണ്, എപെക്സ് ആണ്. ആ എപെക്സിലേക്ക് താഴെ ഭാഗത്തുള്ള എല്ലാ കോർണറിൽ നിന്നും എഡ്ജുകൾ വരുന്നുണ്ട്. ആ എഡ്ജുകൾ നമ്മൾ കാണും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ പ്രിസം പോലെയല്ല, പ്രിസം ആകുമ്പോൾ അത് കാണില്ല. മുകൾ ഭാഗത്തു നിന്ന് നോക്കിയാൽ പിരമിഡ് ആയതുകൊണ്ട് എല്ലാ സൈഡിലുള്ള ആ ഒരു എഡ്ജുകളും കാണും. സോ അത് നമ്മൾ സെൻറ്ററിലേക്ക് വരയ്ക്കുക, കാണുന്ന എല്ലാ സൈഡ് എഡ്ജുകളും. പേര് കൊടുക്കുക. അടിഭാഗത്തിന് ഞാൻ ABCD എന്ന് പേര് കൊടുക്കുന്നു. ABCDEF. മുകൾ ഭാഗത്തൊരു എപെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അവിടെ ഞാൻ Q എന്ന് കൊടുത്തു. ആ Qൻ്റെ നേരെ താഴെ ഭാഗത്ത് ആക്സസിൻ്റെ അടിഭാഗത്തായിട്ട് P എന്ന് കൊടുത്തു. അത് നമുക്ക് ബ്രാക്കറ്റിനകത്തിടാം, കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണില്ല. ഇനി ഇതിൻ്റെ എലിവേഷൻ വരക്കണം. എലിവേഷൻ വരക്കാൻ എല്ലാ കോർണറുകളിൽ നിന്നും മേലേക്ക് പ്രൊജക്ഷൻ വരയ്ക്കുക. എന്നിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് കിട്ടിയ ഈ പോയിന്റിൽ നിന്നാണ് ഹൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. 60 അല്ലേ ഹൈറ്റ്, സോ 60 മാർക്ക് ചെയ്യുന്നു. ഈ ഹൈറ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഈ എപെക്സ് എന്നുള്ള ഈ പോയിന്റിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് തിക്ക് ലൈൻ വരയ്ക്കുക. കാരണം എപ്പോഴും സൈഡിൽ, ഏറ്റവും എക്സ്ട്രീം സൈഡിലുള്ള എഡ്ജുകൾ എന്തായാലും നമ്മൾ കാണും, അടിഭാഗവും തിക്ക്. ഇനി ഈ സെൻറ്ററിൽ നിന്ന് നമ്മുടെ അടുത്തേക്കുള്ള BC എന്നുള്ള ഈ പോയിന്റിൽ നിന്ന് പോകുന്ന ലൈൻസും തിക്കായിരിക്കും. എന്നാൽ Eയിൽ നിന്നും Fയിൽ നിന്നും പോകുന്ന ഈ ലൈന് FQ, EQ, ഈ രണ്ട് ലൈന് കാണില്ല. പക്ഷെ അത് ഇതിൻ്റെ ബാക്കിലായതുകൊണ്ട് നമുക്ക് ഡാഷ് ലൈനായിട്ട് കാണിക്കാനൊന്നും പറ്റില്ല, അത് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് ഈ പേര് കൊടുക്കാം. ഇവിടെ എലിവേഷനിൽ Aക്ക് നേരെ മേലെ A', Dക്ക് നേരെ മേലെ D', Bയുടെ നേരെ മേലെ B', Cയുടെ നേരെ C'. ഇനി Eയുടെ പോയിൻ്റ് ഇവിടെ തന്നെ വരിക, പക്ഷേ അത് ബാക്കിലായതുകൊണ്ട് E' ബ്രാക്കറ്റിൽ, Fഉം അതേപോലെ ബ്രാക്കറ്റിൽ, Q' കാണും, ഈ P' ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്കൊരു ചെയിൻ ലൈൻ വരക്കാം, അതതിൻ്റെ ആക്സസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഐസോമെട്രിക് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. ഒരു ലൈൻ വരയ്ക്കുക. അതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട്, കറക്റ്റ് സെൻറ്റർ ഒന്നും ആവണമെന്നില്ല, ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. ആ പോയിന്റിൽ നിന്ന് 30 ഡിഗ്രിയിൽ രണ്ട് സൈഡിലേക്കും ഓരോ ലൈൻ വരയ്ക്കുന്നു. അതൊക്കെ തിൻ ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. ഇനി ഈ കാണുന്ന ഹെക്സഗണിനെ ഇങ്ങോട്ട് മാറ്റണം അല്ലേ, നേരത്തെ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഇതിനെ ബോക്സിലേക്ക് മാറ്റണം. ഈ ഹെക്സഗണിനെ ആദ്യം ഒരു ബോക്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇതിന് ചുറ്റും ബോക്സ് വരയ്ക്കണം. ഇത് ഒരു ബോക്സിലേക്ക് മാറ്റി ആ ബോക്സിൻ്റെ കോർണർക്ക് നമുക്ക് പേര് കൊടുക്കാം LMNO. ഇനി LMNO എന്ന് പറയുന്ന ബോക്സാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ LM എന്നുള്ള ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നോക്കുക, അത് ഒന്നുകിൽ കോമ്പസിലെടുക്കുക അല്ലെങ്കിൽ സ്കെയിലെടുക്കുക, എന്നിട്ട് സെയിം ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുക.
ഇനി ഈ LO എന്ന് പറയുന്നത് അതിവിടെ വരയ്ക്കുക. സോ ഇത് L ആണ്, ഇത് M ആണ്, ഇത് O ആണ്. ഇനി N ആണ് ഇവിടെ കിട്ടാനുള്ളത്. ഒന്നുകിൽ കോമ്പസിലെടുക്കുക, കോമ്പസിലെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കൃത്യമായിട്ട് കിട്ടുക. അതിന് ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതി. ഈ LO എന്ന് പറയുന്ന ഈ സൈഡാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടെ വരിക. സോ ഇവിടെ നിന്നൊരു ആർക്ക് വരയ്ക്കുക. അതേപോലെ LM എന്ന് പറയുന്ന അളവ് കോമ്പസിലെടുത്താൽ സെയിം അളവാണ് ഈ ഓയിൽ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇനി അതിലേക്ക് ഈ പോയിന്റിലേക്ക് നമുക്ക് ലൈൻസ് വരച്ചിട്ട് ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് N. ഇനി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ LOയുടെ സെൻറ്റർ ഭാഗത്താണ് A. സോ LO എന്നുള്ളതിൻ്റെ സെൻറ്റർ നോക്കുക. ആ സെൻറ്ററിൽ A എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് A. അതിന് നേരെ ഓപ്പോസിറ്റ് MN സെൻറ്റർ മാർക്ക് ചെയ്യുക. MNൻ്റെ സെൻറ്ററിൽ D വരുന്നു. സോ ഇവിടെ D. ഇനി LM എന്ന് പറയുന്ന ഈ ലൈനിലാണ് ബിയും സിയും കിടക്കുന്നത്. L നിന്ന് എത്ര അകലത്തിലാണ് B നോക്കുക. ഇവിടെ സിമിലർലി അത് എല്ലാ കോർണറിൽ നിന്നും മാർക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ടാവില്ലേ സെയിം അകലം. കാരണം ഇത് NO എന്നുള്ളതാണ്. സോ NO എന്നുള്ളതിൻ്റെ മേലെയും 2 പോയിന്റുകൾ വരുന്നുണ്ട്. Nൽ നിന്ന് എത്ര അകലം, Oയിൽ നിന്ന് എത്ര അകലം. സെയിം ആയിരിക്കും. ഇവിടെ നിന്നുള്ള LB എന്നുള്ള അകലവും MC എന്നുള്ള അകലവും NEയും OF ഒക്കെ സെയിം ആയിരിക്കും. സോ സെയിം അകലം മാർക്ക് ചെയ്തു. ഇനി ഇത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെക്സഗൺ കിട്ടും. ഈ L നിന്ന് ഇങ്ങോട്ടുള്ള B മാർക്ക് ചെയ്യാം. ഇത് B, ഇത് C, D, E, F. അവ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹെക്സഗൺ ആവും. ആദ്യം തിൻ ലൈൻ ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക. എന്നിട്ട് അവസാനം കാണുന്നത് നമുക്ക് തിക്കാക്കാം, മറ്റത് ഡാഷ് ലൈൻ ആക്കാം. ഇനി ഈ താഴെ ഭാഗത്തുള്ള ബോക്സിൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ ഹൈറ്റ് 60 അല്ലേ. സോ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് 60 പോകേണ്ടത്. സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡയഗണലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. സോ അടിഭാഗത്തുള്ള ബോക്സിൻ്റെ സെൻറ്റർ പോയിൻ്റ് കിട്ടി. ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 60 mm ഹൈറ്റ് എടുക്കുക. കാരണം തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഹൈറ്റ്, പിരമിഡിൻ്റെ ഹൈറ്റ് 60 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 60 mm ഹൈറ്റ് എടുക്കുക. ആ ഹൈറ്റിലേക്ക്, ആ പോയിൻറ്റിലേക്ക് എല്ലാ കോർണറിൽ നിന്നും ലൈൻ വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിക്കാം. ഏറ്റവും ലെഫ്റ്റിൽ വരയ്ക്കുന്ന ലൈനും ഏറ്റവും റൈറ്റിൽ വരയ്ക്കുന്ന ലൈനും ആദ്യം തിക്കാക്കിയിട്ട് വരക്കാം. കാരണം അതെപ്പോഴും കാണും, വിസിബിളായിരിക്കും. സോ ഇവിടെ ഏറ്റവും ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ വരിക, ഈ Fൽ നിന്നല്ലേ. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് പിന്നെ പോകില്ലല്ലോ. സോ ഈ ലൈൻ ആദ്യം വരയ്ക്കുമ്പോഴേ തിക്കാക്കിയിട്ട് വരക്കാം, തിക്ക് ലൈൻ. അതേപോലെ റൈറ്റ് വരയ്ക്കുമ്പോൾ ഈ സിയിൽ നിന്ന് പോകുന്ന ലൈനാണോ ഏറ്റവും റൈറ്റിലേക്ക് വരിക, അതോ ഡിയിൽ നിന്ന് പോകുന്ന ലൈനാണോ ഏറ്റവും റൈറ്റിലേക്ക് വരിക. അത് നിങ്ങൾ സ്കെയിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സിയിൽ നിന്ന് വരയ്ക്കുന്നൊരു വര കഴിഞ്ഞാൽ പിന്നെ ഡി പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഡി ആണ് ഏറ്റവും റൈറ്റ്. സോ ഡിയിൽ നിന്ന് വരയ്ക്കുന്ന ആ ലൈന് നിങ്ങൾ തിക്കാക്കിയിട്ട് വരയ്ക്കുക. ഇനി ഇപ്പോൾ നമ്മൾ വരച്ച ഈ 2 വരകളുണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗത്തേക്ക് നമ്മുടെ അടുത്തേക്കുള്ള എല്ലാ ഈ അടിഭാഗത്തുള്ള ലൈനും നിങ്ങൾക്ക് തിക്കാക്കാം. ഇനി ബാക്കിയുള്ള ലൈൻസൊക്കെ ഡാഷ് ലൈൻ ആക്കുക. കാരണം അത് ഹിഡൻ ആണ്, കാണില്ല. ബാക്ക് സൈഡ് എടുക്കുക. 2 ഹിഡൻ ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് മേലേക്ക് പോകുന്ന ലൈന് ഹിഡൻ ആയിരിക്കും. ഇനി 2 തിക്ക് ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നിന്ന് മേലേക്ക് പോകുന്ന ലൈന് തിക്കായിരിക്കും. മുകൾ ഭാഗത്ത് Q എന്നുള്ള പേര്, ഇവിടെ ഐസോമെട്രിക് ആയതുകൊണ്ട് ക്യാപിറ്റൽ ഉപയോഗിക്കാം. P എന്നുള്ള പേര് അതിൻ്റെ അടിഭാഗത്തും കൊടുക്കുക. അവ തമ്മിൽ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഒരു സെൻട്രൽ ലൈന് ചെയിൻ ലൈനായിട്ട് ജോയിൻ ചെയ്യാം. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ആംഗിളും 30 ഡിഗ്രിയാണ്. ഇനി ഡയമെൻഷനിങ് ചെയ്യുക. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് എഴുതി വെക്കുകയും ചെയ്യാം. സോ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ എഡ്ജും 30 അല്ലേ, ആ 30 മാർക്ക് ചെയ്യാം. ഒക്കെ തിൻ ലൈനായിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഹൈറ്റ് 60 ആണ്.
ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു 2 ആക്സിസ് ലൈൻസ് ഉണ്ടല്ലോ, ഇതിന് പാരലായിട്ടാണ് നമ്മളെപ്പോഴും ലൈൻസ് വരയ്ക്കാൻ ശ്രമിക്കേണ്ടത്. സോ ദിസ് ഇസ് 30. ഹൈറ്റ് സെൻറ്റർ പോയിൻ്റിൽ നിന്ന് സെൻറ്റർ പോയിൻറ്റിലേക്കാണ്, താഴെയുള്ള സെൻറ്ററിൽ നിന്ന് മുകളിലെ സെൻറ്ററിലേക്ക്. സോ ഈ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക, അത് ഇതിന് പാരലായിട്ട് വരയ്ക്കാം, ഈ ലൈനിന് ഈ ആക്സിന് പാരലായിട്ട് വരയ്ക്കാം. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm. സോ പ്രിസവും പിരമിഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രിസായിരുന്നുവെങ്കിൽ ഈ അടിഭാഗത്തെ പോലെയുള്ള ഒരു ഷേപ്പ് മുകളിലും കിട്ടുമായിരുന്നു, എന്നിട്ട് വെർട്ടിക്കൽ ലൈൻസാണ് വരിക. പിരമിഡ് ആകുമ്പോൾ മുകൾ ഭാഗത്ത് ഒരൊറ്റ പോയിൻ്റ്, ആ പോയിൻറ്റിലേക്ക് എല്ലാ കോർണറിൽ നിന്നും ചെരിഞ്ഞ ലൈൻസാണ് വരിക. ഇതാണ് വ്യത്യാസം. ഓക്കെ, സോ അടുത്തൊരു സോൾവ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.